ആ, നമ്മൾ ചിന്തിച്ചു വരുന്നതായ നമ്മുടെ ദൈവവചന പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ആഴ്ചകളിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ആ, ആഴ്ചകളിലൊക്കെ നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്നുള്ള വിവിധ വിഷയങ്ങളാണ് ഒന്നിച്ച് ചിന്തിപ്പാനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചത്. ഇത്രയും കാലവും അതിനെ തുടർന്നുള്ള ചില ചിന്തകൾ, പഠനങ്ങൾ ഒന്നിച്ച് ചിന്തിപ്പാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഓർപ്പിച്ചതുപോലെ തന്നെ ആത്മാവിലുള്ള വിടുതൽ, ആത്മാവിലുള്ള വ്യത്യസ്തതകളെ കുറിച്ചൊക്കെ പറയാനിടയായി. 8-ാം അധ്യായം പ്രാരംഭം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ ഒരുവൻ ആത്മാവിലാകുമ്പോൾ അവനിലുണ്ടാകുന്ന വിടുതലിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ദി ഡെലിവറൻസ് ഓഫ് ദി സ്പിരിറ്റ് ലൈഫ്. അടുത്ത ഭാഗത്ത് നമ്മൾ റോമാലേഖനം 8-ന്റെ 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ ദ ഡിഫറൻസ് ഓഫ് ദി സ്പിരിറ്റ് ലൈഫ്, ആത്മാവിലുള്ള ജീവിതത്തിൻ്റെ വ്യത്യാസങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് ദൈവസന്നിധി നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ 8-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ നമ്മൾ ദ ഡിലൈറ്റ് ഓഫ് ദ സ്പിരിറ്റ് ലൈഫ്, അല്ലെങ്കിൽ ആത്മാവിൽ ഉള്ള ജീവിതത്തിൻ്റെ വലിയ ആനന്ദം അല്ലെങ്കിൽ അതിൻ്റെ സന്തോഷം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ഈ 8-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട 2 ചിന്തകളിലേക്ക് നമ്മുടെ ഹൃദയം, നമ്മുടെ പഠനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ദൈവവചന കേൾവി കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. ഒന്ന്, ആത്മാവിലുള്ള ജീവിതത്തിൻ്റെ വിടുതൽ. 2, ആത്മാവിലുള്ള ജീവിതത്തിൻ്റെ വ്യത്യാസം. മൂന്നാമത് ഇന്ന് രാത്രികാലം നമ്മൾ ചിന്തിക്കുന്നത് ആത്മാവിലുള്ള ജീവിതത്തിൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ പിന്നിലെ ഡിലൈറ്റ്. സോ വി ഹാവ് ദസ് ഫാർ ഡിസ്കസ്ഡ് ദ ഡെലിവറൻസ് ഓഫ് ദ സ്പിരിറ്റ് ലൈഫ്, the difference of the spirit life, and today we are going to discuss the delight of the spirit life. Praise the Lord. എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റുന്ന ഓരോ തലക്കെട്ടുകളാണ് ഞാനിതിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വേഗം അത് ഓർത്തിരിക്കാനും തുടർന്ന് ഗ്രഹിപ്പാനായിട്ട് നമുക്ക് ഇടയാക്കി തീർക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ എടുത്തിരിക്കുന്ന വേദഭാഗം റോമാലേഖനം 8-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വാക്യങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന് വായിച്ചാട്ട്, ആരെങ്കിലും ഒരാൾക്കൊന്ന് വായിക്കാം, അൺമ്യൂട്ട് ചെയ്ത് വായിച്ചാട്ട്. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവുദാനം നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. പ്രൈസ് ദി ലോർഡ്. ഒരു ഉദാഹരണം, ഒരു ചിന്ത നിങ്ങളോട് പങ്കുവെക്കാം. നമ്മൾ ഒരു വലിയ ദാരിദ്ര്യ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. നമുക്ക് വളരെ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ല, നല്ല നിലയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങളില്ല, നല്ല വീടില്ല, പാർപ്പിടമില്ല, ആഹാരമില്ല, ചുറ്റുപാടുകളുടെ സൗകര്യങ്ങളില്ല, ഒന്നുമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ, അങ്ങനെ വളരെ കഠിനമായ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന അവസരത്തിൽ ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് വന്ന് പറയുകയാണ്, നിന്റെ ദാരിദ്ര്യമൊക്കെ മാറ്റാം, നിന്നെ എൻ്റെ സ്വന്തം മകനെ പോലെ മകളെ പോലെ ഞാൻ വളർത്താം, എനിക്കുള്ള സമ്പത്തും എനിക്കുള്ള സ്വത്തുക്കളും എനിക്കുള്ള സകലതും ഞാൻ നിനക്ക് തരാം, നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല പാർപ്പിടം, നല്ല സൗകര്യം, നല്ല വാഹനം, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, എന്നോടൊപ്പം എൻ്റെ മകനോ മകളോ ആയിട്ട് കൂടെ വന്നാൽ മതി, ഈ കാണുന്ന ദാരിദ്ര്യങ്ങളെല്ലാം മാറിക്കിട്ടും എന്ന് പറയുമ്പോൾ
നമ്മൾ ചിന്തിക്കും, വാസ്തവത്തിൽ ഇത്ര ദാരിദ്ര്യവും ഇത്ര പട്ടിണിയും കിടക്കുന്ന എനിക്ക് ഇങ്ങനൊരു നല്ല അവസരം ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പട്ടിണി മാറും, എൻ്റെ ദാരിദ്ര്യം മാറും, എൻ്റെ ക്ലേശങ്ങൾ മാറും, എനിക്ക് നല്ല സൗകര്യങ്ങൾ, നല്ല അനുഭവങ്ങളൊക്കെ ലഭിക്കും. എന്നെ സ്വന്തം മകനായി സ്വീകരിക്കാനായിട്ട് മറ്റൊരാൾ തയ്യാറാകുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കും, ഇതുപോലൊരു നല്ലൊരു സൗഭാഗ്യം ഇനി ലഭിക്കാനായിട്ടില്ല, ഇത് നല്ല ഒരു അവസരമാണ്. പൊതുവെ നമുക്കറിയാം, അത്ര ദാരിദ്ര്യത്തിൻ്റെ അതിൻ്റെതായ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടായാൽ തീർച്ചയായിട്ടും മറ്റൊന്നും ആലോചിക്കാതെ അദ്ദേഹം തീർച്ചയായിട്ടും ഞാൻ എന്നാൽ ഇനി നിങ്ങളുടെ കൂടെ അങ്ങ് വന്നേക്കാം, എൻ്റെ പ്രശ്നമൊക്കെ മാറുമെന്നുണ്ടെങ്കിൽ, എൻ്റെ ദാരിദ്ര്യം മാറുമെന്നുണ്ടെങ്കിൽ, എനിക്ക് നല്ല ജോലി ലഭിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നാം ഓരോരുത്തരുമാണെങ്കിലും അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടതായിട്ട് വരും. വാസ്തവത്തിൽ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നതും അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ഈ കർത്താവുമായ യേശുവിനോടുള്ള ബന്ധത്തിൽ പിതാവായ ദൈവത്തോട് നാം ചേരുമ്പോൾ നമുക്കുമുണ്ടായ ഒരു പദവി ഇതാണ്: ഈ ലോകത്തിൽ പാപത്തിൻ്റെ അഗാധ കൂപത്തിൽ രക്ഷപ്പെടാൻ കഴിയത്തില്ലെന്ന് തോന്നിച്ചതായ ആ വലിയ പാപത്തിൻ്റെ കുഴിയിൽ കിടന്ന നമ്മെ കർത്താവ്, ദൈവമായവൻ, യഹോവയായവൻ, പിതാവായവൻ നമ്മെ രക്ഷിച്ച് അവൻ്റെ പുത്രത്വത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ മകനായി മകളാക്കി മാറ്റത്തക്ക നിലയിലുള്ള ഒരു പ്രിവിലേജാണ് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. ഇത് അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുമ്പോൾ തൻ്റെ കേൾവിക്കാരോട്, പ്രത്യേകിച്ച് റോമിലുള്ള ദൈവസഭയോട് പറയുകയാണ്, ഒരുവൻ ആത്മാവിൽ അല്ലെങ്കിൽ ഒരു ആത്മതലത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ ആത്മാവിലുള്ള ജീവിതം ആരംഭിക്കുകയാണ്. ഈ ആത്മാവിലുള്ള ജീവിതം വാസ്തവത്തിൽ ഒരു പുതിയ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ കുടുംബത്തിലേക്ക്, ഒരു പുതിയ അവസ്ഥയിലേക്ക് ആള് മാറ്റപ്പെടുകയാണ്. ഈ ഒരു ചരിത്രം, ഈ ഒരു വസ്തുതയാണ് ഈ 2-3 വാക്യങ്ങൾ നമ്മൾ വായിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. സോ ദ ഡിലൈറ്റ് ഓഫ് ദ സ്പിരിറ്റ് ലൈഫ് അല്ലെങ്കിൽ ആത്മാവിലുള്ള ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം, ആനന്ദം എന്ന് പറയുന്നത് ഒന്നാമത്തെ ദ ഡിലൈറ്റ് ഓഫ് അവർ അഡോപ്ഷൻ. എന്നെ ദത്തെടുത്ത, എന്നെ സ്വീകരിച്ച, എന്നെ മകനായി മകളാക്കി എന്നെ മാറ്റിയതാണ് ആത്മാവിലുള്ള ജീവിതത്തിൻ്റെ ഒന്നാമത്തെ എൻ്റെ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. I am being adopted to a new family. The delight of our adoption is the first delight, അല്ലെങ്കിൽ the adoption is the first delight that we enjoy in our spirit life. ആത്മാവിലുള്ള ജീവിതത്തിൻ്റെ ഒന്നാമത്തെ അനുഗ്രഹം എനിക്ക് കിട്ടിയ ഒരു ദത്തെടുപ്പ് അല്ലെങ്കിൽ എന്നെ മകനും മകളാക്കി തീർത്തതായ അനുഭവം. സോ ഈ ഒരു അഡോപ്ഷനിൽ, ഈ ഒരു ദത്തെടുപ്പിൽ എന്താ സംഭവിച്ചത്? വി ഹാവ് എ ന്യൂ ഫാമിലി. നമുക്കൊരു പുതിയ കുടുംബം ഉണ്ടായി. ഇവിടെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നത്, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. യോഹന്നാൻ ലേഖനം എഴുതുമ്പോഴും അത് തന്നെ പറയുന്നുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും ദൈവമക്കളായി തീർന്നതിൻ്റെ അനുഭവത്തെക്കുറിച്ച് യോഹന്നാൻ തൻ്റെ ലേഖനത്തിലും പരാമർശിക്കുന്നുണ്ട്. So the first thing that we can delight in our adoption, അല്ലെങ്കിൽ എന്നെ ദത്തെടുത്തതിൽ എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം, ഞാനൊരു പുതിയ കുടുംബത്തിലേക്ക് എന്നെ ചേർത്തു. പ്രൈസ് ദി ലോർഡ്. പുതിയ കുടുംബം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഒരു പഴയ കുടുംബത്തിൽ നിന്നാണ് ഈ പുതിയ കുടുംബത്തിലേക്ക് നമ്മൾ ചേക്കേറുന്നത്. ഏതാണ് മാനവരാശി, മനുഷ്യരായ നമ്മളെല്ലാവരും ഉണ്ടായിരുന്ന ആ പഴയ കുടുംബം? അത് മറ്റൊന്നുമല്ല, ആദാമ്യ വർഗം എന്ന് പറയുന്ന ആ പഴയ കുടുംബത്തിൽ നിന്ന് ദൈവ മക്കൾ എന്നുള്ള ഒരു പുതിയ കുടുംബത്തിലേക്ക് നമ്മൾ മാറി. എൻ്റെ പിതാവായ ദൈവം എന്നെ ദത്തെടുത്തതോടുകൂടി ഞാൻ ആദാമിലൂടെ, ആദാമ്യ സന്തതി എന്നറിയപ്പെടുന്ന ആദാമ്യ വർഗത്തിൻ്റെ മനുഷ്യരാശിയുടെ ആ കുടുംബത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് എനിക്കൊരു സ്ഥാനക്കയറ്റം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ നാം ആയിരുന്നപ്പോൾ നാം എല്ലാവരും ഈ ആദാമ്യ കുടുംബത്തിലാക ഉള്ളവരായിരുന്നു. എന്നാൽ ദൈവം നമ്മെ
കർത്താവ് നമ്മെ രക്ഷിച്ചതിൻ്റെ മുഖാന്തരമായി നാം ദൈവ മക്കളായി തീർന്നു. വി ആർ നൗ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ഓർ ഇൻ അതർ സെൻസ് സൺസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പുത്രന്മാരായി മാറി. ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഇത് സംഭവിച്ചത് നമ്മളിൽ ഉണ്ടായ ആത്മാവിൻ്റെ ജീവിതമാണ്. ദ സ്പിരിറ്റ് ലൈഫ് മേക്സ് us to be the son of God. The man led by the spirit ആർ സൺസ് ഓഫ് ഗോഡ്. അപ്പോൾ പരിശുദ്ധ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഗ്രഹിക്കേണ്ടത്, നമ്മൾ പിതാവിൻ്റെ മക്കളായി തീർന്നപ്പോൾ, ആത്മാവിൽ ആ പിതാവിൻ്റെ മക്കളായി തീർന്നപ്പോൾ നമ്മളിൽ വ്യാപരിക്കുന്ന ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നിൽ വസിക്കുന്നത്. ദൈവത്തിലുള്ള ദൈവികമായ ആത്മാവ് എന്നിൽ പരിവർത്തിച്ചത് കൊണ്ടാണ് ഞാൻ ദൈവത്തിൻ്റെ മക്കളായി തീർന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്പൻ്റെയോ അമ്മയുടെയോ സ്വഭാവങ്ങൾ, ക്യാരക്ടർ, ഷേപ്പ് എന്ന് വേണ്ട വിവിധ കാര്യങ്ങളുള്ള ഒരു ട്രെയ്റ്റ്സ് നമ്മുടെ കുഞ്ഞുങ്ങളിലുണ്ടാകും, അല്ലേ? നമ്മൾ സാധാരണ പറയുമല്ലോ, ഈ കുഞ്ഞുങ്ങൾ ജനിച്ച് കഴിയുമ്പോൾ അപ്പൻ്റെ കൂട്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയുടെ കൂട്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ വളർന്നു വരുമ്പോൾ പറയുമ്പോൾ അവനെ കണ്ടാൽ അപ്പൻ്റെ കൂട്ട് തന്നെ ഇരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരു അമ്മയുടെ കൂട്ട് തന്നെയാണ് കണ്ടാൽ ആ നടത്തവും ആ നോട്ടവും ആ സംസാരവും എല്ലാം ആ അപ്പനെ പോലെ തന്നെ ഇരിക്കുന്നു എന്ന് ഈ ലോകത്തിലെ സാധാരണ നമ്മുടെ മക്കളെക്കുറിച്ചും നമ്മൾ കാണുന്ന ആളുകളെക്കുറിച്ചും നമ്മൾ അങ്ങനെ പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ രാത്രികാലം ദൈവാത്മാവിനാൽ ദൈവത്തിൻ്റെ മക്കളായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെയും എൻ്റെയും ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന ആത്മാവിൻ്റെ ഒരു കോമൺ ഫാക്ടർ നമ്മളിൽ ഉള്ളപ്പോൾ വാസ്തവത്തിൽ നമ്മെ കാണുമ്പോൾ ദൈവമക്കളെന്ന് പറയാൻ ലോകത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇവനൊരു ദൈവമക്കളാണെന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ഈ രാത്രികാലം പരിശോധിക്കണം. കാരണം ലോകപ്രകാരം ഒരു അപ്പൻ്റെ മക്കളായി തീരുമ്പോൾ, ഒരു സ്വന്തം കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതെൻ്റെ അപ്പൻ്റെയോ അമ്മയുടെയോ ഒക്കെ പ്രകൃതവും സ്വഭാവവും ഒക്കെ ആ വ്യക്തിയിൽ കാണുന്നത് പോലെ ദൈവമക്കളായി തീരുമ്പോൾ വാസ്തവത്തിൽ നമ്മളിലൂടെ പുറപ്പെടേണ്ട എന്താണ്? ആത്മാവിൻ്റെ ആ ലക്ഷണം, ദ ട്രെയ്റ്റ്സ് ഓഫ് ദ സ്പിരിറ്റ്. ദ children should act like the father. If that is the case, then we should also exhibit and manifest the traits of the spirit. ആത്മാവിൻ്റെ ഹല്ലേലൂയ, അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന നിലയിലുള്ള പ്രകൃതം നമ്മളും എന്ത് ചെയ്യണം? പുറപ്പെടുവിക്കണം. അവിടെയാണ് വാസ്തവത്തിൽ നമ്മൾ ഏറെക്കുറെ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഞാൻ വ്യവഹരിക്കുമ്പോൾ, ഞാൻ സംസാരിക്കുമ്പോൾ, ഞാൻ ഇടപെടുമ്പോൾ, ഞാൻ ദൈവത്തിൻ്റെ ആ ഒരു ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ സ്വഭാവം എന്നിൽ നിന്ന് പുറപ്പെടുന്നുണ്ടോ? എന്നെ കാണുമ്പോൾ ഇവനൊരു ദൈവ പൈതലാണ് എന്ന് പറയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ദൈവാത്മാവ് കൃത്യമായി പ്രവർത്തിക്കണം. അപ്പം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവ് വാസ്തവമായി ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് ആരുടെ സ്വഭാവമാണ്? ദൈവത്തിൻ്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ ദൈവിക പ്രകൃതമാണ് നമ്മളിലൂടെ പുറത്തു വരേണ്ടത്. എന്നാൽ ഇന്ന് രാത്രികാലം നമുക്ക് തന്നെ പരിശോധിക്കാം. ഞാൻ പറയുമ്പോഴും ഇടപെടുമ്പോഴും സംസാരിക്കുമ്പോഴും നടക്കുമ്പോഴും ഞാൻ കടന്നുപോകും, ഞാൻ എൻ്റെ ജോലിയിടങ്ങളിലൊക്കെ ഞാൻ പോകുമ്പോഴൊക്കെയും എന്നിൽ നിന്ന് ആ ദൈവാത്മാവിൻ്റെ അനുഭവമാണോ പുറത്തു വരുന്നത്? അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നത് കൊണ്ട് എന്നിൽ നിന്ന് പുറപ്പെടുന്നത് ആത്മാവിൻ്റെ ലക്ഷണങ്ങളാണോ എന്ന് നാം പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒന്ന് നമ്മളിൽ സംഭവിക്കുന്നില്ലെങ്കിൽ ഓർത്തോണം, നമ്മൾ ദൈവത്തിൻ്റെ മക്കളല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളാണെങ്കിൽ ദൈവിക സ്വഭാവം, ആത്മാവിലുള്ള സ്വഭാവം നമ്മളിൽ നിന്ന് പുറത്തു വരും. സോ വി have a new family and we should exhibit the traits of that new family because we have a father, and through that father, through that spirit, we have led to a family and we have a father, and that should exhibited and manifested in our life. ഇതാണ് ദ ഡിലൈറ്റ് ഓഫ് അവർ അഡോപ്ഷൻ്റെ ഒന്നാമത്തെ സന്തോഷം. ഞാനൊരു വലിയ പ്രധാനപ്പെട്ട കുടുംബത്തിലാണ് ആയിരിക്കുന്നത്. ആദാമ്യ കുടുംബത്തിൽ നിന്ന് തന്നെ ദൈവം ഒരു വലിയ കുടുംബത്തിലേക്ക്, ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ഒരു കുടുംബത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. രണ്ടാമത്തെ ഒരു വലിയ കാര്യം അവിടെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം
അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചിരിക്കുന്നത്. സോ ദ സെക്കൻഡ് ഡിലൈറ്റ് ഓഫ് അവർ അഡോപ്ഷൻ ഈസ് വി ഹാവ് എ ന്യൂ ഫാദർ. നമുക്കൊരു പുതിയ അപ്പനുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഈ പുതിയ അപ്പൻ എന്ന് പറയുമ്പോൾ ഈ പുരാതന സൊസൈറ്റിയൽ നോംസ് അനുസരിച്ച് ഈ ദത്തെടുക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയുടെ ഒരു പ്രക്രിയ അനുസരിച്ച് ഒരു വ്യക്തിയെ നമ്മൾ വീട്ടിൽ നമ്മുടെ മകനായിട്ടോ മകളായിട്ടോ ഒക്കെ ദത്തെടുത്താൽ പ്രോബബിളി വി ഗീവ് എ സെക്കൻഡ് ക്ലാസ് കാറ്റഗറി. എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ നിന്ന് ഉളവായ മക്കൾക്ക് ലഭിക്കുന്ന പദവിയിൽ നിന്ന് അല്പം കുറവുള്ളതായിരിക്കാം ഒരു പക്ഷേ നമ്മൾ ദത്തെടുക്കുന്നതായ ഒരു വ്യക്തിക്ക് ലോകപ്രകാരമുള്ള മനുഷ്യൻ നൽകുന്നത്. അപ്പോൾ ഇൻ ഹ്യൂമൻ ടേംസ്, ഇൻ അവർ സൊസൈറ്റിയൽ നോംസ്, ദി അഡോപ്റ്റഡ് ചൈൽഡ് വുഡ് ബി കൺസിഡർ ആസ് എ സെക്കൻഡ് ക്ലാസ് മെമ്പർ ഓഫ് ദി ഫാമിലി. എന്നാൽ ഇവിടെ യഹൂദ പാരമ്പര്യവും അപ്പോൾ തന്നെ യവനായ പാരമ്പര്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു യവനായ റോമ പ്രവിശ്യയിൽ റോമ പാരമ്പര്യം അനുസരിച്ച് ചിന്തിച്ചു നോക്കിയാൽ അത് വളരെ വ്യത്യസ്തമാണ്. ഇറ്റ് ഈസ് നോട്ട് എ സെക്കൻഡ് ക്ലാസ് മെമ്പർഷിപ്പ്. അഡോപ്ഷൻ എന്ന് പറയുന്നത് അതിന് ഗ്രീക്ക് പദത്തിൽ അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ യവനായ പദത്തിൽ കൊടുത്തിരിക്കുന്ന പദമെന്ന് പറയുന്നത് ഹൂയോതേസിയ. അതിന്റെ അർത്ഥം ഇതാണ്: പ്ലേസ് ഓഫ് എ സൺ. മകനിന്റെ സ്ഥാനമാണ് ദത്തെടുക്കപ്പെടുന്ന വ്യക്തിക്ക് കൊടുക്കുന്നത്. ഒരു മകന്റെ സ്ഥാനമാണ് ദത്തെടുക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്നത്. അതുമാത്രമല്ല, റോമൻ നിയമം അനുസരിച്ച് അതിന് ഉള്ള മറ്റൊരു പദവി എന്ന് പറയുന്നത് അപ്പന്റെ അതേ അധികാരം. അതിന് പറയുന്നത് പട്രിയ പൊട്ടേസ്റ്റ. ഒരു അപ്പന്റെ അതേ അധികാരമാണ് ഈ മകനും നൽകുന്നത്. ഓർ that person enjoys the father's power. Praise the Lord. വാസ്തവത്തിൽ അതെന്തിനാ ഈ റോമൻ നിയമത്തിൽ, റോമൻ ലോയിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അന്നും ഇന്നും പണ്ടത്തെ പോലെ തന്നെ ഇന്നത്തെ പോലെ തന്നെ ഈ കുടുംബത്തിന്റെ പേര് നിലനിർത്തേണ്ടത് ഒരു ആൺ തലമുറയാണ്. അല്ലെങ്കിൽ കുടുംബത്തിന്റെ പേര് നിലനിർത്താനായിട്ട് ആളുകൾ കരുതിയിരുന്നത് ഒരു ആൺ തലമുറയാണ്. അങ്ങനെയെങ്കിൽ ഈ ഭവനങ്ങളിൽ, കുടുംബങ്ങളിൽ ഒരു ആൺ തലമുറ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ദാറ്റ് ഫാമിലി ദ ഫാമിലി ഈസ് എക്സ്റ്റിങ്ക്റ്റൻ, അല്ലെങ്കിൽ ആ ഫാമിലിയുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതെയാകും. അതുകൊണ്ട് the Roman law maybe allowed, or Roman നിയമം എന്താണ് അനുവദിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ, ഈ ആൺ തലമുറകളില്ലാതെ ആരുടെയെങ്കിലും കുടുംബ വേരുകൾ, കുടുംബത്തിന്റെ ആ ടൈറ്റിൽ നഷ്ടപ്പെടുന്നുവെങ്കിൽ അവർക്ക് ഒരു മകനെ സ്വീകരിക്കാം. they can adopt a son and the son will carry the name of that family. ആ ഫാമിലിയുടെ പേര് ഈ ആൺ തലമുറ എന്ത് ചെയ്യും? മുന്നോട്ട് കൊണ്ടുപോകും. അത് സ്വാഭാവികമായിട്ട് അന്നും ഇന്നുമൊക്കെ ആളുകൾ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്. സോ റോമൻ ലോ ഓൾസോ helped their citizen to carry their family deeds and titles and property through a male heir. ഒരു പുരുഷ സന്താനത്തിലൂടെ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സംവിധാനം അവർ ഒരുക്കിയിരുന്നു. അങ്ങനെ ഒരുക്കുമ്പോൾ ഈ ഒരു മകനെ ഇതിനു വേണ്ടി എന്ത് ചെയ്യണം? അഡോപ്റ്റ് ചെയ്യണം. ദ പേഴ്സൺ ഹാസ് ടു അഡോപ്റ്റ്, ദത്തെടുക്കണം. ദത്തെടുക്കുമ്പോൾ ഈ വ്യക്തിക്ക് എന്ത് ലഭിക്കുന്നു? ഈ അപ്പന്റെ സകല അധികാരവും ലഭിക്കുന്നു. അപ്പന്റെ സകല അധികാരവും ഈ വ്യക്തിക്ക് ലഭ്യമാകുന്നു. ഈ യവനായ സംസ്കാരം, ഈ ഹീബ്രൂസിന്റെ അല്ലെങ്കിൽ ജൂയിഷ് സംസ്കാരം അനുസരിച്ച് മൂത്ത മകനാണ് എന്ത് ചെയ്യുന്നത്? എല്ലാത്തിൻ്റെയും ഓഹരി കിട്ടുന്നത്. എന്നാൽ റോമൻ അധികാരം അനുസരിച്ച് എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു അനുഭവമാണ് നൽകുന്നത്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇവിടെ നാം കാണുന്നത് വി ഹാവ് എ ന്യൂ ഫാദർ. ഒരു പുതിയ പിതാവിനെ ആത്മാവിലുള്ള വ്യക്തിക്ക്, ജീവിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, റോമൻ നിയമമനുസരിച്ച് ഒരുവനെ ദത്തെടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്കുള്ള പദവി എന്ന് പറയുന്നത് പിതാവിന്റെ അധികാരമാണ്, അല്ലെങ്കിൽ പിതാവിന്റെ സകല അധികാരവും ആ വ്യക്തിയിലേക്ക് ലഭിക്കുന്നു. ആൻഡ് ദി അഡോപ്റ്റഡ് സൺ ഈസ് എ പെർമനന്റ് സൺ. കുറച്ച് നാൾ കഴിയുമ്പോൾ അയ്യോ ഈ മകൻ ശരിയായില്ല, ഈ അഡോപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം, അവനെ അതിൽ നിന്ന് വിമുക്തനാക്കാം. അങ്ങനെ പറ്റത്തില്ല. ഒരിക്കൽ അവനെ സ്വീകരിച്ചാൽ
മകനായിട്ട് സ്വീകരിച്ചാൽ that is permanent and there is no any law to make that person away from the family. ആ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകാൻ പിന്നെ നിയമമില്ല. ഒരുവനെ അഡോപ്റ്റ് ചെയ്താൽ എല്ലാം ചിന്തിച്ച് ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് പെർമനന്റ്, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതല്ല. ആൻഡ് വൺ മോർ തിങ്, ഈ അഡോപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ, ഈ ഒരു കുടുംബത്തിലേക്ക് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഈ വന്നു കയറുന്ന മകൻ തൻ്റെ പഴയ കുടുംബത്തിൻ്റെ സകല ബന്ധവും അവസാനിപ്പിക്കണം. പിന്നെ അവിടെ അപ്പനോ അമ്മയോ പെങ്ങളോ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും ഈ വ്യക്തിയെ ബാധിക്കുന്ന വിഷയമാകരുത്. ആ വ്യക്തിക്ക് ഇനിയും പഴയ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി പഴയ കുടുംബത്തിൽ അവനല്ലോ കടമോ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ പുതിയ അഡോപ്ഷനിലേക്ക്, ഈ ദത്തെടുപ്പിലേക്ക് വരുമ്പോൾ പഴയത് എന്തൊക്കെ ഉണ്ടോ ഫുൾ ക്യാൻസൽ. അവന് കടമുണ്ടെങ്കിൽ കടവിനി എഴുതി തള്ളിയിരിക്കും. അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ആയിരിക്കും. അവൻ്റെ പഴയ കുടുംബ ബന്ധങ്ങളോ അപ്പനോ അമ്മയ്ക്കോ മകൾക്കോ അല്ലെങ്കിൽ മറ്റ് കുഞ്ഞുങ്ങൾ മറ്റ് സഹോദരങ്ങൾക്കോ ഒന്നും ഇനിയും ആ പുതിയ ആ അഡോപ്റ്റഡ് ചൈൽഡുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല. സോ ദ അഡോപ്റ്റഡ് സൺ ലൂസസ് ഓൾ ദി റൈറ്റ്സ് ഓഫ് ദി ഓൾഡ് ഫാമിലി. ആ പഴയ ഫാമിലിയുടെ എല്ലാ റൈറ്റ്സും ഇനി ഇല്ലാതെയായിട്ട് ഒരു പുതിയ അപ്പന്റെ പുതിയ ഫാമിലിയിൽ ലഭിക്കുന്ന പുതിയ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ആണ് ഈ മകൻ ഉണ്ടാകുന്നത്. ഇതേ തലത്തിൽ ഈ ഒരു കാഴ്ചപ്പാടിൽ, ഈ ഒരു ദൃഷ്ടികോണത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ റോമനിലെ സഭയ്ക്ക് എഴുതുമ്പോഴും പറയുന്നത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കത്തക്ക അല്ലെങ്കിൽ വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നാം പ്രാപിച്ചിരിക്കുന്നു. സോ വി ആർ നോ ലോങ്ങർ belonging to an old family but we belong to a new family. നമ്മളിൽ ഒരു പുതിയ കുടുംബത്തിന്റെ അനുഭവം വന്നിരിക്കുന്നു. പഴയതെല്ലാം മറന്നേക്ക്, പഴയതെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചത് മൂലമായി നമ്മുടെ ജീവിതത്തിന്റെ പഴയതെല്ലാം കഴിഞ്ഞു. We are chosen as a new son and daughters of the God. ദൈവത്തിന്റെ മക്കളായി തീർന്നു. ഇത് ആർക്കാ ലഭിക്കുന്നത്? ഇത് ആത്മാവിൽ ജീവിക്കുന്നവനുക്ക് ലഭിക്കുന്ന ഡിലൈറ്റ് ആണ്. The first delight is that adoption that he gets. Inside that adoption he gets a new family. Inside that adoption he gets a new father. That means he gets a new privilege from a new father. മൂന്നാമത്തെ ഒരു കാര്യവും ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, it also gives a new freedom. So it gives a new family, new father and a new freedom. എന്താണ് ന്യൂ ഫ്രീഡം? അവിടെ തന്നെ പറയുന്നുണ്ട്, പഴയ ഫാമിലിയുടെ പ്രശ്നം എന്തായിരുന്നു? അത് ഭയത്തിന്റെ ഒരു അവസ്ഥമായിരുന്നു. അവിടെ പറയുന്നത് പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ, സ്ലേവറിയുടെ ഒരു ആത്മാവിനെ അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് സെർവന്റ്ഹുഡ്, അതിനെക്കുറിച്ചല്ല പറയുന്നത്. ബട്ട് ഇറ്റ് ഡിനോട്ട്സ് എ കൈൻഡ് ഓഫ് എ സ്ലേവറി. എങ്ങനെയാണ് പഴയ മനുഷ്യനായിരുന്ന പഴയ കുടുംബത്തിൽ നമ്മൾ ആരുടെ അടിമകളായിരുന്നു? നാം പിശാചിന്റെ അടിമകളായിരുന്നു. വി വെർ അണ്ടർ ദി ബോണ്ടേജ് ഓഫ് സൈറ്റൻ. സാത്താന്റെ സേവനാത്മാക്കളായി slaved under Satan, or in other sense we could say slaved to the flesh. ജഡത്തിന് അടിമകളായിരുന്നവരാണ്. കാരണം ജഡത്തെ നിയന്ത്രിക്കുന്നത്, ജഡത്തിന്റെ ഏജന്റ് എന്ന് പറയുന്നത് സാത്താനാണ്. അങ്ങനെയെങ്കിൽ സാത്താൻ നിയന്ത്രിക്കുന്ന ഈ ജഡത്തിന് അടിമകളായിരുന്ന നമ്മൾ, വി വെർ സ്ലേവ് ടു ദിസ് ഫ്ലഷ്. അപ്പോൾ നമ്മുടെ മേൽ കർത്തൃത്വം നടത്തിയിരുന്നത് ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ജഡമായിരുന്നു. ഈ ജഡത്തിന് ഞാൻ സ്ലേവ് ആയിരുന്നു, സാത്താന് ഞാൻ സ്ലേവ് ആയിരുന്നു. എന്നാൽ ഐ ഗോട്ട് എ ന്യൂ ഫ്രീഡം. ദാറ്റ് മീൻസ് ഐ ആം ഇൻ ടു എ ന്യൂ ലീഡർഷിപ്പ്. ഞാനൊരു പുതിയ നേതൃത്വത്തിലേക്ക് വന്നു. മറ്റാരുമല്ല, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന, ദൈവാത്മാവിൽ ജീവിക്കുന്നവന് ലഭിക്കുന്ന ദൈവത്തിന്റെ നിയന്ത്രണത്തിലുള്ള പിതാവായ ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള ഒരു പുതിയ പദവിയിലേക്ക് ഞാൻ വന്നപ്പോൾ ഐ ആം അണ്ടർ എ ന്യൂ ലീഡർ. ദാറ്റ് ഈസ് മൈ ഫാദർ ഗോഡ്. എൻ്റെ പിതാവായ ദൈവമാണ്. മാത്രവുമല്ല, ദിസ് ന്യൂ ഫ്രീഡം ഗിവ്സ് മോർ എൻജോയ്മെന്റ്, ബിക്കോസ് അവിടെ ഒരു ബോസിന്റെ അടുത്തല്ല ഇരിക്കുന്നത്, അവിടെ ഒരു മാനേജറിന്റെ കീഴിലേക്കല്ല വരുന്നത്, അവിടെ ഒരു ന്യൂ ബോസ് അല്ല, ബട്ട് എ ന്യൂ ഫാദർ വേർ ഐ ക്യാൻ കോൾ മൈ ഗോഡ് ആസ് മൈ ഫാദർ.
അവിടെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു പുത്രത്വത്തിന്റെ ഒരു ആത്മാവ്, അല്ലെങ്കിൽ പുത്രത്വത്തിന്റെ ഒരു തലത്തിലേക്ക് എന്നെ എന്ത് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു. എന്ന് പറഞ്ഞാൽ പിതാവിനെ എനിക്ക് അപ്പാ എന്ന് വിളിക്കാൻ പറ്റുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇത് പഴയ നിയമത്തിലെങ്ങാനുമായിരുന്നെങ്കിൽ ആളുകൾ അന്നേരമേ ഈ ഇങ്ങനെ ആരെങ്കിലും പറയാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അന്നേരമേ വലിയ ന്യായപ്രമാണ ലംഘനം ഉണ്ടാകും. കാരണം അവിടെയെങ്ങും ദൈവത്തെ ഒരു പേഴ്സോണിഫൈഡ് ആയിട്ട് അങ്ങനെ വിളിക്കാനുള്ള സാവകാശം ഉണ്ടായിരുന്നില്ല. കാരണം തേജോമനായ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തെ വളരെ ഭയത്തോടെ വിറയലോടെ കണ്ടിരുന്ന ഒരു തലത്തിൽ നിന്ന് എൻ്റെ സ്വന്തം അപ്പ എന്ന് വിളിക്കത്തക്ക നിലയിൽ, എൻ്റെ ദൈവത്തെ ഫാദർ എന്ന് വിളിക്കത്തക്ക നിലയിൽ, പിതാവേ എന്ന് വിളിക്കത്തക്ക നിലയിലുള്ള ഒരു മാറ്റം, അത് ചെറിയ നിസാര വിഷയമല്ല. നമ്മളുടെ ഹാലേലൂയ തലത്തെക്കാട്ടിലും ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന തേജോമനായ സകല സൃഷ്ടികളുടെയും ഉടയവനായ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉളവാക്കപ്പെട്ടതായ, ഉണ്ടാക്കാൻ കഴിവുള്ള സാക്ഷാലി ലോകത്തിൻ്റെ ശ്രേഷ്ഠനായ ദൈവത്തെ എനിക്ക് പിതാവേ എന്ന് അഭിസംബോധന ചെയ്യാൻ ലഭിക്കുമ്പോൾ ഐ ഗോട്ട് എ ന്യൂ ഫ്രീഡം ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. എൻ്റെ ദൈവത്തെ എനിക്ക് പിതാവേ എന്ന് വിളിക്കാൻ പറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ഫ്രീഡം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ മക്കൾ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ ഇവിടെ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന മറ്റൊരു വീട്ടിൽ ചെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ വഴിയെ കാണുന്ന ഒരാളോട് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനുള്ള ഫ്രീഡം അവരുടെ സ്വന്തം അപ്പനോടും അമ്മയോടും ചോദിക്കണം. അല്ലെങ്കിൽ അപ്പനോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ ലോകത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റൊരു അവസരത്തിൽ ആ സ്വാതന്ത്ര്യം ലഭിക്കത്തില്ല. അപ്പോൾ ഒരു പിതാവിൻ്റെ അടുക്കൽ ചെന്ന് പറയാൻ ലഭിക്കുന്ന ആ ഫ്രീഡം എന്ന് പറയുന്നത്, എന്തും സാധിക്കാനും ഏത് കാര്യങ്ങളും കേൾക്കാൻ കഴിയുന്ന ഒരു പിതാവിൻ്റെ അടുക്കൽ എങ്ങനെ ഒരു മക്കൾ വന്ന് കാര്യം പറയുമോ, അതുപോലെ എനിക്കും നിങ്ങൾക്കും അടുത്ത് കൂടാൻ പോലും പറ്റാത്ത, ഒരിക്കൽ പോലും സന്നിധിയിലേക്ക് ചെല്ലാൻ കഴിയാതിരുന്ന ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് സ്വന്തം അപ്പനും അമ്മയുടെ അടുത്ത് ചെല്ലുന്നത് പോലെ നമുക്ക് ഏത് സമയത്തും ഓടി ചെല്ലാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. മുമ്പൊരിക്കൽ ഞാനൊരു പറഞ്ഞ ഉദാഹരണം നിങ്ങൾ എത്ര പേർ ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. പണ്ട് ഞാൻ ശുശ്രൂഷിച്ച വേളയിൽ ഒരു ഉദാഹരണം പറഞ്ഞത് വീണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഞാനൊന്ന് ഉദ്ധരിച്ച് പറയാം. പണ്ടൊരിക്കൽ ബെക്കിംഗ്ഹാം കൊട്ടാരത്തിൽ, ഇംഗ്ലണ്ടിൽ ഒരു കൊച്ചു പയ്യൻ, അവൻ കൊട്ടാരത്തിൽ രാജാവിനെ കാണാൻ വേണ്ടി അവിടെ രാജകൊട്ടാരത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ കുറെ നേരം നിന്നപ്പോഴും അവൻ അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ കാത്തു നിൽക്കുകയാണ്. അവിടെ നിൽക്കുന്ന ഭീകരരായ പടയാളികൾ അവരുടെ കുന്തം കൊണ്ട് പിടിച്ച് നിൽക്കുമ്പോൾ അവനെ അകത്തേക്ക് കയറ്റുന്നില്ല. അവൻ എത്ര ശ്രമിച്ചിട്ടും ആ കൊട്ടാരത്തിന്റെ വലിയ ഇരുമ്പ് കവാടം അവന് വേണ്ടി തുറക്കപ്പെടുന്നില്ല. അവൻ്റെ ആ കവാടത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴും അവിടെയുള്ള പടയാളികളെ ആട്ടി പുറത്താക്കുകയാണ്. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ നിനക്ക് നിൽക്കാൻ പാടില്ല, നീ ഇവിടെ ദൂരെ പോ എന്ന് പറഞ്ഞ് ആ കൊച്ചു പയ്യനെ അവിടെ നാട്ടി പുറത്താക്കി. അവൻ വളരെ വിഷമിച്ച് രാജാവിനെ കാണാനുള്ള ആഗ്രഹത്തോടെ താൻ ആ കൊട്ടാരത്തിന്റെ ചുറ്റുപാടിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സുഖമനായ വ്യക്തി വന്നിട്ട് ഈ പയ്യന്റെ കയ്യെ പിടിച്ചിട്ട്, എന്താ മോനെ നിന്റെ പ്രശ്നം? അവൻ പറഞ്ഞു, എനിക്ക് രാജാവിനെ ഒന്ന് കാണണം, അതിനുവേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അതിനെന്താ, ഞാൻ അതിന് ക്രമീകരണം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ സുഖമനായ വ്യക്തി, ഈ നല്ല ഗ്ലാമറായ അല്ലെങ്കിൽ ഈ നല്ല ഗെറ്റപ്പുള്ള ഈ വ്യക്തി എന്ത് ചെയ്യുന്നറിയാമോ, ഈ കൊച്ചു പയ്യന്റെ കൈക്ക് പിടിച്ചിട്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഏത് ഇരുമ്പ് വാതിലാണോ ഒരിക്കൽ ഇവന് വേണ്ടി തടഞ്ഞു നിന്നത്, ഏത് കുന്തം പിടിച്ച പടയാളികളാണോ അവനെ കടത്താതെ അവിടെ തടഞ്ഞത്, ഈ മകൻ അല്ലെങ്കിൽ ഈ വ്യക്തി ഈ കൊച്ചുമകനെ കൈ പിടിച്ചോണ്ട് വരുന്ന വഴിക്ക് അവരെ കണ്ടപ്പോൾ ഈ പടയാളികൾ രണ്ടുപേരും സൈഡിലേക്ക് മാറി നിന്നിട്ട് അറ്റൻഷനായിട്ട് നിന്ന് എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഇരുമ്പ് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ ഇരുമ്പ് വാതിൽ തുറന്ന് അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വീണ്ടും പല പല വാതിലുകൾ, പല പല പടയാളികൾ വീണ്ടും നിൽക്കുകയാണ്. എല്ലാ വാതിലുകളിലും ചെല്ലുമ്പോഴും അവിടെ വളരെ ഭയഭക്തിയോടെ അറ്റൻഷനായിട്ട് നിൽക്കുന്ന പടയാളികൾ അവർ വഴിമാറി കഥകൾ ഓരോന്നോരോന്നായി തുറന്നു കൊടുക്കുന്നു. അങ്ങനെ അവസാന
രാജാവ് നിൽക്കുന്ന ദർബാറിന്റെ വാതിക്കൽ എത്തിയപ്പോൾ അവിടെ നിൽക്കുന്ന പടയാളികളും ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവരെ കണ്ടപ്പോൾ കതക് രണ്ടും തുറന്നു കൊടുത്തു. അകത്തേക്ക് അവർ കയറുകയാണ്. എന്നിട്ട് ഈ വ്യക്തി, ഈ കൂട്ടിക്കൊണ്ടുപോയ വ്യക്തി ഈ മകനോട് പറഞ്ഞു, അതാ നീ കാണാൻ ആഗ്രഹിച്ച രാജാവ് ദോണ്ട ആ സിംഹാസനത്തിൽ ഇരിക്കുന്നു, നീ പോയി കാണുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തി തിരിഞ്ഞ്, ഈ കൊച്ചു പയ്യൻ തിരിഞ്ഞത് ആരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് നോക്കിയപ്പോൾ മറ്റാരുമല്ല, ആ രാജാവിൻ്റെ മകനായിരിക്കുന്ന രാജകുമാരനാണ് ഇവനെ കൈക്ക് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഒരു രാജകുമാരൻ വരുമ്പോൾ രാജാവിൻ്റെ അടുക്കിലേക്ക് വരാൻ, രാജാവിൻ്റെ മകൻ വരുമ്പോൾ രാജാവിൻ്റെ അടുക്കിലേക്ക് വരാൻ യാതൊരു തടസ്സവുമില്ല. ഏത് സമയത്തും രാജാവിൻ്റെ അടുക്കിലേക്ക് മുഖം കാണിക്കാനായിട്ട് ഒരു രാജകുമാരന് കടന്നു ചെല്ലാമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അബ്ബാ പിതാവേ എന്ന് ഏത് സമയത്തും ഒരു പരിമിതിയുമില്ലാതെ, ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാതെ, ഒരു മുൻ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ കർത്താവ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ചെല്ലാം. എപ്പം വേണേലും നമുക്ക് പറയാം, അബ്ബാ പിതാവേ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർഗീയ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് നമുക്ക് ചെല്ലാൻ കഴിയുന്നു. അതിനപ്പുറത്ത് എന്ത് ഡിലൈറ്റ്, അതിനപ്പുറത്ത് എന്ത് സന്തോഷം. അതുകൊണ്ട് ഹല്ലേലൂയ, the delight of the adoption is we have a new freedom. ദൈവം നമുക്ക് പുതിയ സ്വാതന്ത്ര്യം നൽകുന്നു. എന്തുകൊണ്ടാണ്? because of that adoption. So hallelujah, the delight of the spirit life is first we got an adoption. നമുക്കൊരു ദത്തെടുപ്പുണ്ടായി. ആ ദത്തെടുപ്പിനകത്ത് എന്തൊക്കെയുണ്ട്? in that adoption we have a new family. In that adoption we have a new father. In that adoption we have a new freedom. Praise the Lord. അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ the second point for delight is the delight of our assurance. എനിക്ക് ലഭിക്കുന്ന ഒരു ഉറപ്പ്, അതാണ് 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മോട് എന്ത് ചെയ്യുന്നു? ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദി കൈൻഡ് ഓഫ് അഷ്വറൻസ്, നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഞാൻ തന്നെ അങ്ങ് പ്രഖ്യാപിക്കുകയല്ല. ഐ ആം ജസ്റ്റ് അഷ്വറിങ് ദാറ്റ് ഹൗ ഐ കുഡ് നോ ദാറ്റ് ഐ ആം ദ ചൈൽഡ് ഓഫ് ഗോഡ്, ദ സൺ ഓഫ് ഗോഡ്. എങ്ങനെ? ദാറ്റ് ദ സ്പിരിറ്റ് ഇറ്റ്സെൽഫ് ഈസ് കൺഫേമിങ്. അതാണ് പറയുന്നത്, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മോട് ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. ദാറ്റ് സ്പിരിറ്റ് ഈസ് കൺഫേമിങ് ദാറ്റ് വി ആർ ദ ചൈൽഡ് ഓഫ് ഗോഡ്. സോ ദ ഡിലൈറ്റ് is of our assurance that we are child of God. ഞാൻ മറ്റാരെങ്കിലും പറഞ്ഞിട്ടോ മറ്റാരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടല്ല ഞാൻ ഹല്ലേലൂയ ദൈവ പൈതലായി തീർന്നെന്ന് ഉറപ്പ് വരുത്തിയത്. സാക്ഷാൽ ആത്മാവ് തന്നെ എന്ത് ചെയ്യുന്നു? അത് സാക്ഷ്യപ്പെടുത്തുന്നു. ദാറ്റ് മീൻസ് പ്രൈസ് ദി ലോർഡ്, നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ ഉറപ്പ് വിലമതിക്കാത്തതായ ഒരു അഷ്വറൻസ് ആണ്. ബിക്കോസ് it has been approved not by any human authority. That kind of delight is not approved by any human interference, but it is approved itself by the Spirit. So that assurance is our communion with the Spirit. 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആത്മാവ് താനും നമ്മോട് ആത്മാവോട് കൂടെ, we have a കമ്മ്യൂണിയൻ വിത്ത് സ്പിരിറ്റ്. അവിടെ രണ്ടാമത് പറഞ്ഞ വാക്ക് നമ്മുടെ ആത്മാവോട് കൂടെ. there is a communion with the spirit. പിതാവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മളോട് വാഗ്ദത്തം ചെയ്തൊരു വാഗ്ദത്തമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ, ഞാൻ പോയി മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് അയക്കും എന്ന് പറഞ്ഞപ്പോൾ, വാസ്തവത്തിൽ ഈ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രോമിസ് ആയിരുന്നു. അതായത് യേശു ഈ ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ യേശു പോയതിന് പകരമായി നമ്മോട് കൂടെ ഇരിക്കാനായി ഒരു ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം അയച്ചുതരും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ കൂടെ ഇരുന്നിട്ട് നമ്മൾ പോകുന്ന തോന്നിവാസത്തിനൊക്കെ കൂട്ടു നിൽക്കുക അല്ല. ഈ ദൈവാത്മാവ് എന്താ ചെയ്യുന്നത്? ദ സ്പിരിറ്റ് വിൽ ലീഡ്. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നു.
the Spirit will make us to speak. The Spirit will make us to lead and guide us. നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ, നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, നമ്മുടെ ജീവിതത്തിലെ പല സന്ദർഭത്തിലും നമ്മെ സഹായിക്കുന്നത് ആരാണ്? ഈ പരിശുദ്ധ ആത്മാവാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രികാലം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇങ്ങനെ അടുത്ത് സംവദിക്കുന്ന, അടുത്ത് ഇടപെടുന്ന അനുഭവം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? That because it has Jesus has promised. ഞാൻ പോയാൽ നിങ്ങൾ വിഷമിക്കണ്ട. The same essence of me, എൻ്റെ പോലെ തന്നെയുള്ള എൻ്റെ കാര്യസ്ഥൻ അല്ലെങ്കിൽ പിതൃത്വത്തിൽ ഒരുവനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വന്ന് he will lead you, he will guide you, he will protect you, he will make you to speak. അതാണ് പത്രോസും കൂട്ടരും മർക്കോസിന്റെ മാളികമുറിയിൽ ഒളിച്ചിരിക്കുകയാണ്. റോമൻ ഭരണാധികാരികൾ എപ്പം വേണമെങ്കിലും പിടിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് കൊന്നുകളയും. അവര് നീ പറഞ്ഞ പരിശുദ്ധാത്മാവ് ഒന്ന് വരണേ എന്ന് പറഞ്ഞ് 120 പേരോളം ഇരിക്കുന്നതായ ആ കൂട്ടം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം എന്ത് സംഭവിച്ചു? അവിടെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. കൊടിയ കാറ്റടിക്കുന്നത് പോലെ വലിയ മുഴക്കത്തോടെ അവിടേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ പത്രോസ് എവിടെ പേടിച്ചരണ്ട് റൂമിനകത്ത് പൂട്ടിയിരുന്ന പത്രോസ് കതക് തുറന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എല്ലാവരോടും ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കാൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കാൻ അവൻ ധൈര്യപ്പെട്ട് മുന്നോട്ട് വന്നു. ദ സ്പിരിറ്റ് ഈസ് ലീഡിങ് ദം. ആത്മാവ് അവരെ നയിച്ചു. ഫിലിപ്പോസിനെ ആത്മാവ് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് നയിച്ചു. അപ്പോൾ they were just gliding according to the will of Spirit, the Holy Spirit. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നത് അനുസരിച്ച് അവരിങ്ങനെ പൊക്കോണ്ടിരിക്കുക. എന്ത് നല്ല ഒരു അവസ്ഥയാണല്ലേ. നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് വരുമ്പോൾ, നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ നമ്മളിങ്ങനെ കറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമുക്ക് കൃത്യമായ ഗൈഡൻസ്, കൃത്യമായ വഴികൾ, കൃത്യമായ ആലോചനകൾ പറഞ്ഞു തരാനായിട്ട് പരിശുദ്ധാത്മാവുണ്ട്. ഇതാർക്കാ ലഭിക്കുന്നത്? ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വി ആർ സംടൈം കൺഫ്യൂസ്ഡ്. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ ഭാരപ്പെടുന്ന അവസ്ഥകളുണ്ട്. എങ്ങനെ കാര്യങ്ങൾ ലീഡ് ചെയ്യണമെന്നറിയാതെ നമ്മൾ ഭാരപ്പെടുന്ന അവസരങ്ങളുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്ക് പേടിക്കേണ്ട. ദ സ്പിരിറ്റ് വിൽ ലീഡ്. പ്രൈസ്. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ ഹല്ലേലൂയ മുന്നോട്ട് നയിക്കും. അപ്പോൾ ഇന്ന് ഈ രാത്രികാലം ഇത് കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളെ തന്നെ, നമുക്ക് തന്നെ ഒന്ന് പരിശോധിക്കാം. കർത്താവേ, ഇങ്ങനെ ഒരു ഗൈഡൻസ് എനിക്ക് ലഭിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു സ്പിരിറ്റ് ലെഡ് ലൈഫ് എനിക്ക് മുന്നോട്ട് നയിക്കാൻ കഴിയുന്നുണ്ടോ? പറ്റുന്നില്ലെങ്കിൽ, അത് കഴിയുന്നില്ലെങ്കിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? വി ആർ ജസ്റ്റ് എവേ ഫ്രം ദാറ്റ് അഡോപ്ഷൻ, അല്ലെങ്കിൽ ആ ദൈവ മക്കൾ എന്നുള്ള ആ ആത്മാവിലുള്ള ജീവിതത്തിൽ നിന്ന് വളരെ ദൂരത്ത് നിൽക്കുകയാണ്. ഈ ആത്മാവിൽ ജീവിക്കുന്നവർ ദേ ആർ നോട്ട് കൺഫ്യൂസ്ഡ്, ദേ ആർ നോട്ട് ഇൻ എ പാനിക് സിറ്റുവേഷൻ. അവർക്കറിയാം ദൈവത്തിന്റെ ആത്മാവ് എന്നെ നയിക്കും, ഇറ്റ് വിൽ ഗൈഡ് യു. എന്നാൽ പലപ്പോഴും നമ്മൾ ഒത്തിരി ദൈവാത്മാവിൽ നിന്ന് അകന്ന് സഞ്ചരിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് എ കൈൻഡ് ഓഫ് എസ്ട്രേ ആൻഡ് കൈൻഡ് ഓഫ് എ ആഗണി ആൻഡ് കൈൻഡ് ഓഫ് എ പെയിൻ ആൻഡ് കൈൻഡ് ഓഫ് എ കൺഫ്യൂഷൻ. ഇതെല്ലാം നമുക്കുണ്ടാകും. കാരണം ദൈവാത്മാവിലല്ല. ഇന്ന് രാത്രികാലം ദിസ് ക്യാൻ ബി എ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് ഫോർ us. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് നയിക്കണമേ. പരിശുദ്ധാത്മ കാര്യസ്ഥനായി വരുമെന്ന ദൈവം പുത്രനായ യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഈ കാര്യസ്ഥനെ എനിക്ക് ആവശ്യമാണ്, അവൻ എന്നെ ലീഡ് ചെയ്യട്ടെ എന്ന് പറയണം. സോ ഇവിടെ നോക്കിക്കേ, ദൈവ മക്കൾ എന്ന നിലയിൽ ആത്മാവോട് കൂടെ ദ സ്പിരിറ്റ് who is in communion with us is trying to confirm. അപ്പോൾ എൻ്റെ കൂടെ ആരുണ്ട്? ആത്മാവുണ്ട്. എൻ്റെ കൂടെയുള്ള ആത്മാവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ടോ? ജസ്റ്റ് എക്സാമിൻ അവർ സെൽഫ്. എനിക്ക് ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? ക്യാൻ വി റെക്കഗ്നൈസ് ദ yielding ഓഫ് ദ സ്പിരിറ്റ്? അല്ലെങ്കിൽ ക്യാൻ വി റെക്കഗ്നൈസ് ദി പവർ ഓഫ് സ്പിരിറ്റ്? ക്യാൻ വി റെക്കഗ്നൈസ് ദി കൈൻഡ് ഓഫ് ലീഡിങ് ആൻഡ് ദി കൈൻഡ് of a companionship of the Spirit in our life, or else are we able to feel that communion with the Spirit? പരിശുദ്ധാത്മാവുമായിട്ടുള്ള നമ്മുടെ സഹവർത്തിത്വം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ
നമ്മൾ ആത്മാവിലുള്ള ജീവിതത്തിന് എവിടെയോ നമുക്ക് അല്പം തകരാറുണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവസന്നിധിയിൽ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാൻ കഴിയണം. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, അവിടെ ഒരു കാര്യം കൂടെ പറയുമ്പോൾ ഇറ്റ് ഓൾസോ ബ്രിങ്സ് എ കോൺഫിഡൻസ്. അവിടെ പറയുന്നത് നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ബ്രിങ്സ് എ കോൺഫിഡൻസ് ദാറ്റ് ഐ ആം എ സേവ്ഡ് പേഴ്സൺ. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുമ്പോൾ ആത്മാവിലുള്ള ജീവിതം എനിക്ക് ഒരു ഉൾബോധം തരുന്നുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണെന്ന്. എനിക്ക് ഉറപ്പായിട്ടും അറിയാം ഞാൻ ദൈവ പൈതലാണെന്ന്. ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ് എന്ന കോൺഫിഡൻസ് എനിക്ക് ഈ ആത്മാവിലുള്ള ജീവിതം തരികയാണ്. ദ അഷ്വറൻസ് ഇറ്റ് സെൽഫ് ബ്രിങ്സ് എൻ ഐഡിയ ദാറ്റ് ഐ ആം ഡെഫിനറ്റ്ലി എ സേവ്ഡ് പേഴ്സൺ. നമ്മുടെ രക്ഷയെക്കുറിച്ച് നമുക്ക് തികഞ്ഞൊരു ബോധ്യമുണ്ടോ? ഇന്ന് രാത്രികാലം സ്വർഗത്തിൽ പോവും ഞാനെന്ന് ഉറപ്പ് പറയാൻ എത്ര പേർക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും? ഞാൻ സ്വർഗത്തിൽ പോവും ബിക്കോസ് ഐ ഹാവ് എ കോൺഫിഡൻസ് ദാറ്റ് ഐ ആം എ സേവ്ഡ് പേഴ്സൺ. എന്നാൽ നമുക്കൊരു ഫിസി ഹാഫ് അവിടെ ഹാഫ് ഇവിടെ എന്ന രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ കാര്യമായ കുഴപ്പമുണ്ട്. കാരണം എന്താണ്? നമ്മളിൽ ആത്മാവിൻ്റെ ജീവിതം ശരിക്കും പരിവർത്തിക്കുന്നില്ല. ഇവിടെ നോക്കിക്കേ, ദൈവമക്കളാണ് എന്ന് ദ അഷ്വറൻസ് ഈസ് ഗിവൺ ബൈ ദ സ്പിരിറ്റ് ആൻഡ് ദ സ്പിരിറ്റ് വിച്ച് ഈസ് വിത്തിൻ ദം. അവിടെ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് ദാനം, ദറ്റ് സ്പിരിറ്റ് നമ്മോടുകൂടെ ആത്മാവോടും സാക്ഷി പറയുന്നു. ദ സ്പിരിറ്റ് ഹിംസെൽഫ് ടെസ്റ്റിഫൈ വിത്ത് അവർ സ്പിരിറ്റ് ദറ്റ് വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് തന്നെ ടെസ്റ്റിഫൈ ചെയ്യുകയാണ് നീ ദൈവ പൈതലാണ് എന്ന്. അത് ഉറപ്പ് വരുമ്പോഴാണ് വി ആർ അഷ്വേർഡ് അബൌട്ട് അവർ സാൽവേഷൻ ആൻഡ് അവർ എറ്റേണിറ്റി. ഇതെല്ലാം അതിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് കനത്തിന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ട് ഇന്ന് സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഭയങ്കര അങ്കലാപ്പ് വരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവവേദന ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനർത്ഥം യു ആർ ലെഡ് ബൈ ദി സ്പിരിറ്റ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നത്. സോ ദാറ്റ് ഈസ് എ ഡിലൈറ്റ് that we have an assurance of our communion, or we have an assurance. The delight of our assurance makes us the delight in the spirit life. അവസാനമായിട്ട് മൂന്നാമത്തെ കാര്യം കൊണ്ട് പറഞ്ഞ് ഈ രാത്രി എൻ്റെ ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കാം. The third delight of our affluence. That means affluence എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സമൃദ്ധി, നമ്മുടെ ആ അനുഗ്രഹം. ഈ ദൈവ ആത്മാവിലുള്ള ജീവിതത്തിൻ്റെ ആ ഒരു സമൃദ്ധിയെക്കുറിച്ച് 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ആ കൈൻഡ് ഓഫ് ഡിലൈറ്റ് ഓഫ് അവർ അഫ്ലുവൻസ്, നമ്മുടെ സമൃദ്ധിയുടെ ആ വലിയ ഒരു ആനന്ദം എന്ന് പറയുന്നത് അവർ പ്രിവിലേജ്. എന്താണ് നമ്മുടെ പ്രിവിലേജ്? അവിടെ പറയുന്നത് ടു ഷെയർ ദി വാസ്റ്റ് വെൽത്ത് ഓഫ് ഗോഡ്, അല്ലേ? നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു. ആരുടെ? ദൈവത്തിൻ്റെ അവകാശത്തിലുള്ളതിൻ്റെ എല്ലാം അവകാശികൾ ഞാനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് എന്തൊക്കെയുണ്ടോ അത് എനിക്കൂടെ ഉള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞ അഡോപ്ഷൻ്റെ ഒരു പ്രക്രിയ അത് തന്നെയാണ്. അഡോപ്ഷൻ ഇപ്പോൾ ഇപ്പം ഇന്ത്യയിലെ റിലയൻസിലെ അംബാനി എന്നെ അഡോപ്റ്റ് ചെയ്താൽ അംബാനിക്കുള്ളത് ഫുള്ള് എനിക്കുള്ളതാണ് എന്ന് പറയുന്നത് പോലെ ദൈവം എന്നെ അഡോപ്റ്റ് ചെയ്താൽ ദൈവത്തിൻ്റെ അവകാശികൾ കൂടിയാണ്, ദൈവത്തിൻ്റെ കൂട്ടവകാശികൾ കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കൂട്ടവകാശികളായി ഞാനും എന്ത് ചെയ്യുന്നു? മാറി. ദൈവത്തോടൊപ്പം ഐ ആം ഓൾസോ privilege to share the vast wealth of God. ദൈവത്തിൻ്റെ സകല അനുഗ്രഹത്തിൻ്റെയും സകലത്തിൻ്റെയും ഉടമസ്ഥൻ ഞാൻ കൂടിയാകുകയാണ്. ഇറ്റ് ഈസ് ഷെയർഡ് വിത്ത് മീ. കൂട്ടവകാശികളായി മാറുകയാണ്. അപ്പോഴാണ് നമ്മൾ ഇവിടെ ഇരുന്ന്
അയ്യോ എനിക്ക് ജോലിയില്ലേ, എനിക്ക് അതില്ലേ, നമുക്ക് അതില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കിടന്ന് ഭാരപ്പെടുമ്പോൾ ഓർക്കണം, നമ്മൾ ദൈവത്തിൻ്റെ വാസ്റ്റ് വെൽത്തിൻ്റെ അവകാശികൾ കൂടിയാണ്. സോ അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തോടങ്ങ് പറഞ്ഞാൽ മതി. കാരണം വി ആർ ജസ്റ്റ് ഹാവിങ് നമ്മുടെ പപ്പായുടെ ഷെൽഫിൽ ഇരിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന താമസമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് തരാനുള്ള ഒരു ടെക്നിക്കലാലിറ്റി മാത്രമേ ഉള്ളൂ. കാരണം വി ആർ പ്രിവിലേജ് ടു എൻജോയ് എവറി ബ്ലെസ്സിങ്സ് ദാറ്റ് വിത്ത് ഗോഡ്. അത് കേവലം നമ്മുടെ ഭൗതിക വിഷയം മാത്രമല്ല, നമ്മുടെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും ഫിലിപ്പിയ ലേഖനത്തിൽ ഓർപ്പിച്ചിരിക്കുന്നത്. സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. സോ ദാറ്റ് മീൻസ് വി ആർ പ്രിവിലേജ് ടു ഷെയർ ദി വാസ്റ്റ് വെൽത്ത് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വലിയ സമൃദ്ധി അല്ലെങ്കിൽ അനുഗ്രഹം അതെല്ലാം എനിക്കൂടി ഉള്ളതാണ്. അതുകൊണ്ട് അയ്യോ കർത്താവേ എനിക്കൊന്നുമില്ലേ, ഞാൻ ആകെ തളർന്നു പോയെന്ന് പറയാനായിട്ട് കാര്യമില്ല. കാരണം ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നത്? സകലത്തെ സൃഷ്ടിച്ച, സകലത്തെയും ഉളവാക്കിയ, എല്ലാറ്റിനെയും നിർമ്മിച്ചവന്റെ അവൻ്റെയും കൂട്ടവകാശികൾ. ഐ ആം ദ കോ ഷെയറർ, അല്ലെങ്കിൽ ഞാൻ അവനോടൊപ്പം ഷെയർ ചെയ്യാണ്. മാത്രമല്ല എന്നെ കൂടുതൽ അങ്ങ് ആനന്ദിപ്പിച്ച ഒരു കാര്യം, അവിടെ വേറൊരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും എന്ന് പറഞ്ഞാൽ വാട്ട് ഓൾ പോർഷൻ വാസ് ഗിവൺ ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിനുള്ളതുപോലെ, ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായി, ക്രിസ്തുവിനുള്ളത് അതേ പോർഷൻ എനിക്കും ലഭിച്ചില്ല. അതാണ് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചൊരു കാര്യം. റോമൻ അഡോപ്ഷനകത്ത് ജൂയിഷ് അഡോപ്ഷനിൽ വ്യത്യാസമുണ്ട്. ജൂയിഷ് അഡോപ്ഷൻ എന്ന ജ്യേഷ്ഠാവകാശത്തിനാണ് കൂടുതൽ പ്രാധാന്യം. മൂത്ത ആക്ക് കിട്ടുന്നതാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം. ഇളയതിന് അതിൻ്റെ താഴെ ഗ്രേഡിലുള്ള കിട്ടത്തുള്ളൂ. എന്നാൽ പ്രൈസ് റോമൻ നിയമം അനുസരിച്ച് ഇറ്റ് ഈസ് ഈക്വലി ഡിവൈഡഡ്. അത് എല്ലാവർക്കും ഒരുപോലെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ക്രിസ്തുവിൻ്റെയും കൂട്ടവകാശം. വാട്ട് ഹാസ് ബീൻ പ്രിവിലേജ്ഡ് ഓർ ഗിവൺ ടു ക്രൈസ്റ്റ് ഈസ് ഫോർ മീ ഓൾസോ. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ക്രിസ്തുവിനോടൊപ്പം കൂട്ടവാസികളാകുമ്പോൾ വി കനോട്ട് ബി ഈക്വൽ വിത്ത് ക്രൈസ്റ്റ്. ഒരിക്കലും നമുക്ക് ക്രിസ്തുവിനോടൊപ്പം ആകാൻ നമുക്ക് കഴിയത്തില്ല. ബട്ട് ഫാദർ മെയ്ഡ് us ഈക്വൽ ഇൻ ഹിസ് ഐസ്. പിതാവായ ദൈവം യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മെയും യേശുക്രിസ്തുവിൻ്റെ അതേ പദവിയിലേക്ക് നമ്മെയും കണ്ടു. യേശുക്രിസ്തു സാക്ഷാൽ ദൈവമായിരിക്കുന്നവൻ, അവൻ്റെ കൂട്ടവകാശം, അവൻ്റെ ഈക്വൽ ആകാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയത്തില്ല. ബട്ട് ഫാദർ ഹാസ് സീൻ അസ്. നമ്മളെ കാണുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിനോടൊപ്പം തന്നെ, ക്രിസ്തുവിൻ്റെ അവകാശികളും തന്നെ. എന്നാൽ ഒരു ചെറിയ ഡിസ്ക്ലൈമർ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയും കൂടി ഉണ്ട്. അതുകൂടെ നാം ഈ രാത്രികാലം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. സോ ഇതെല്ലാം അതിൻ്റെ ഫിനാലെ, ഈ പറയുന്ന സകല അനുഗ്രഹത്തിൻ്റെയും ദ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് തേജസ്കരിക്കപ്പെടുമ്പോഴാണ് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ ഭൂമി ചിലപ്പോൾ നമുക്ക് ഇച്ചിരി കഷ്ടം കാണും, ഈ ഭൂമിയിൽ ഇച്ചിരി ദാരിദ്ര്യം കാണും, ഈ ഭൂമിയിൽ ഇച്ചിരി രോഗം കാണും, ഈ ഭൂമിയിൽ എല്ലാം ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. ബട്ട് ഗോഡ് ഹാസ് പ്രോമിസ്ഡ് കൂട്ടവകാശികളാന്ന് പറഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ. കർത്താവേ, ദൈവം ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ സകലത്തിൻ്റെയും കൂട്ടവകാശികളാണ്, എല്ലാത്തിൻ്റെയും എല്ലാം ദൈവത്തിനുള്ളതല്ല എനിക്കാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും പട്ടിണിയും പരിവട്ടവുമായിട്ട് നിൽക്കുകയാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. ഒരു പക്ഷേ ഈ ഒരു കഷ്ടത നമ്മളിവിടെ സഹിക്കുന്നുവെങ്കിലും പറഞ്ഞതിന് വ്യത്യാസമില്ല, ദൈവം പറഞ്ഞതിന് ഒരു മാറ്റവുമില്ല. കൂട്ടവകാശികൾ തന്നെ. മേ ബി ഇഫ് വി ആർ നോട്ട് ഏബിൾ ടു എൻജോയ് എ പ്രിവിലേജ് ഇൻ ദിസ് വേൾഡ്, ഡെഫിനറ്റ്ലി 101% ഇറ്റ് ഈസ് ഷുവർ ദാറ്റ് വി വിൽ എൻജോയ് ഇൻ ദാറ്റ് ഗ്ലോറിഫിക്കേഷൻ. നമ്മുടെ ആ നിത്യതയിൽ ആ എല്ലാ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം ഒന്നുപോലും പോകാതെ ദൈവത്താൽ നമുക്ക് അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് അവസാനം അങ്ങനെ തന്നെ പറഞ്ഞ് പൗലോസ് നിർത്തുന്നത്. ഈ അനുഗ്രഹം, ഈ കൂട്ടവകാശം എല്ലാം അതിൻ്റെ പൂർണ്ണ തോതിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ കുറച്ചൊക്കെ ഇവിടൊക്കെ നമുക്ക് കുറച്ചൊക്കെ വീതിച്ചൊക്കെ ദൈവം തരുന്നുണ്ടെങ്കിലും അത് മുഴുവൻ നമുക്ക് ഫുള്ളി അറിയണമെങ്കിൽ വി നീഡ് ടു എൻ്റർ ഇൻ ടു ദാറ്റ് ഗ്ലോറിഫിക്കേഷൻ. അതുകൊണ്ടാണ് പറഞ്ഞത് അവനോടുകൂടെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം സഹിക്കത്രേ. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ
നമ്മുടെ നിരാശകൾ, വേദനകൾ, കഷ്ടങ്ങൾ, ദുരിതങ്ങൾ എല്ലാം ഒരു ദൈവവൈതൽ എന്ന നിലയിൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ബിക്കോസ് ഐ ആം അവൈറ്റിംഗ് ഫോർ ദാറ്റ് ഗ്ലോറിഫിക്കേഷൻ. ആ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത എനിക്ക് വേണ്ടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇച്ചിരി കഷ്ടം സഹിക്കുന്നത്. ഇവിടെ ഇച്ചിരി കഷ്ടം സഹിച്ചാൽ, ഇച്ചിരി ഒന്ന് സഹിച്ചാൽ, ഐ വിൽ എൻ്റർ ഇൻ ടു ദാറ്റ് ഗ്ലോറിഫിക്കേഷൻ. ആ അനുഗ്രഹത്തിൻ്റെ കലവറയിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ അവസരം ലഭിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ കലവറ എനിക്ക് വേണ്ടി തുറന്നു തരും. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? സോ ഇറ്റ് ഈസ് എ പ്രിവിലേജ് ആൻഡ് വി ഹാവ് our portion, it is with Christ. And finally our promise, അതാണ് അവസാനം പറഞ്ഞു നിർത്തിയത്. in the world we may not see all this richness. ഈ പറയുന്ന അഫ്ലുവൻസ്, ഈ പറയുന്ന ഐശ്വര്യവും അനുഗ്രഹവും എല്ലാം ഈ ലോകത്ത് ചിലപ്പോൾ നമ്മുടെ കണ്ണാലെ കാണുന്നൊന്നുമില്ല. ബിക്കോസ് വി ആർ എ പിൽഗ്രിംസ് ആൻഡ് വി ആർ സ്ട്രേഞ്ചേഴ്സ് ഇൻ ദിസ് വേൾഡ്. വി ആർ പിൽഗ്രിംസ് ആൻഡ് വി ആർ സ്ട്രേഞ്ചേഴ്സ് ഇൻ ദ വേൾഡ്. വി വിൽ സീ ദിസ് റിച്ച്നെസ് definitely with our eyes when we have that glorification. So that is our promise. And of course we have the portion with Christ. യേശു ക്രിസ്തുവിനോടുള്ള സകലതും നമുക്ക് ലഭിക്കുന്നു. And we have a privilege to become the shared possession of the Lord. ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ കൂട്ടവകാശികളായി നാമും തീർന്നിരിക്കുന്നു. So that is the delight of spirit life. ഇതാണ് ആത്മാവിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാനൊന്ന് റീക്യാപ്പ് ചെയ്യാം. ദ ഫസ്റ്റ് ഡിലൈറ്റ് ഈസ് അബൌട്ട് അവർ അഡോപ്ഷൻ. എന്നെ ദത്തെടുത്തതാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മാവിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം. ബിക്കോസ് ഐ ആം ഇൻ ടു എ ന്യൂ ഫാമിലി, ഐ ആം ഇൻ ടു എ ന്യൂ ഫാദർ ആൻഡ് ഐ ഹാവ് എ ന്യൂ ഫ്രീഡം. രണ്ടാമത്, ദ ഡിലൈറ്റ് ഈസ് ഓഫ് അവർ അഷ്വറൻസ്. എനിക്ക് ലഭിക്കുന്ന അഷ്വറൻസ്, ബിക്കോസ് my communion, our communion with the Spirit and my confidence with the Spirit. മൂന്നാമത്, the delight of our affluence. നമ്മുടെ സമൃദ്ധിയുടെ, റിച്ച്നെസ്സിൻ്റെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്, we have a privilege. ദൈവത്തിൻ്റെ പ്രൈസ് ദി ലോർഡ്, നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു. ആൻഡ് വി ഹാവ് എ പോർഷൻ ദാറ്റ് ഈസ് പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന് ലഭിച്ചതിൻ്റെ അതേ പോർഷൻ നമുക്ക് ലഭിക്കുന്നു. ആൻഡ് ഫൈനലി ദ പ്രോമിസ് ദാറ്റ് ഈസ്, ഈ ലോകത്തിലെല്ലാം തന്നില്ലെങ്കിലും ഡെഫിനറ്റ്ലി പറഞ്ഞതാണോ അവകാശികളാണോ അത് തീർത്ത് നമുക്ക് തന്നിരിക്കും ഇൻ അവർ ഗ്ലോറിഫിക്കേഷൻ, തേജസ്കരിക്കപ്പെടുമ്പോൾ. എത്ര പേർക്ക് ആത്മാവിലുള്ള ജീവിതത്തിൻ്റെ ആ സന്തോഷം ഇന്ന് രാത്രികാലം ഗ്രഹിക്കാനായി, അല്ലെങ്കിൽ അത് പ്രാപിക്കാനായിട്ട് ആഗ്രഹമുണ്ട്? ഇന്ന് രാത്രികാലം നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.